എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് നാട്ടുരുചികളുള്ള ഒരു സദ്യ സ്പെഷ്യൽ സൈഡ് ഡിഷ് കണ്ടു നോക്കാം. തേങ്ങ കൊത്തിയിട്ട വള്ളിപ്പയർ മെഴുക്കുവരട്ടി. വളരെ എളുപ്പത്തിൽ തന്നെ ചൂട് ചോറിനോടൊപ്പം കഴിക്കാവുന്ന ഈ ഒരു വിഭവം നമുക്ക് തയ്യാറാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന വള്ളിപ്പയർ 250 ഗ്രാമാണ്. ഇത് നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിൽ നീളത്തിൽ നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇതിനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാൻ ഒന്ന് ചൂടാക്കാം. ഇത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വിഭവങ്ങളൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് രുചി കൂടുതൽ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണയാണ്. എണ്ണയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടി വന്നിരിക്കുന്ന കടുകിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് മെഴുക്ക് പുരട്ടിയുടെ രുചി എപ്പോഴും ഇരട്ടി തോന്നിക്കാറുള്ളത്. ഇതിലേക്കായി ചെറിയുള്ളി ഞാൻ എടുത്തിരുന്നത് 11 എണ്ണമാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്തിരുന്നത്. ഇനി ഇത് ചെറുതീയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഉള്ളി ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നാളികേരക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 70 ഗ്രാം നാളികേരക്കൊത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ നാളികേരക്കൊത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് കേട്ടോ. ആ ഒരു മണം വരുന്നത് വരെ തന്നെ വേണം നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാൻ. ഇപ്പം നാളികേരക്കൊത്തെല്ലാം മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോളയാണ് അരിഞ്ഞു ചേർത്തിരിക്കുന്നത്. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ പച്ചമണം എല്ലാം മാറി തുടങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വള്ളിപ്പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറുകഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ മെഴുക്ക് പുരട്ടിയുടെ രുചി എപ്പോഴും ഇരട്ടി തന്നെ തോന്നിക്കും. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൂടി വെച്ച് ചെറുതീയിൽ തന്നെ വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 7 മിനിറ്റിന് ശേഷം പയർ മെഴുക്ക് പുരട്ടിയുടെ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പം നല്ല മണമാട്ടോ ഇതിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ പയറൊക്കെ നല്ല പാകത്തിന് വേവായിട്ടുണ്ട്. ചോറ് തയ്യാറാകുന്നതൊക്കെ സമയത്തിനുള്ളിൽ തന്നെ ഒരു നാടൻ വിഭവം തയ്യാറാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. ഇപ്പം മെഴുക്ക് പുരട്ടി എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. ശേഷം ഇതിനെ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.